IPL ക്രിക്കറ്റിലെ 6ാം മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 65 റൺസിന് പരാജയപ്പെടുത്തി. ഈ മത്സരത്തിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത്. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ നടന്ന മത്സരത്തിൽ ടോസ് ലഭിച്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാറ്റിങ്ങിന് അയച്ചു. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഓപ്പണർമാരായ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, അതുപോലെ തന്നെ അർദ്ധ സെഞ്ചുറി നേടിയ കലാസൻ, അവസാന ഓവറുകളിൽ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരുടെ മികവിലാണ് ഈ 226 എന്ന കൂറ്റൻ സ്കോർ സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 226 റൺസ് എന്ന പടുകൂറ്റൻ സ്കോർ ഉയർത്തി. കൊൽക്കത്തയുടെ ബൗളിംഗ് നിരയിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ IPL സീസണിൽ അരങ്ങേറ്റം കുറിച്ച സിംബാബ്വേയിൽ നിന്നുള്ള കളിക്കാരനായ മുസർബാനിയുടെ ബൗളിംഗ് പ്രകടനമാണ്. അദ്ദേഹം ഈ മത്സരത്തിൽ 4 വിക്കറ്റുകൾ സ്വന്തമാക്കി. ഒരു കൂറ്റൻ സ്കോർ വിജയലക്ഷ്യമായി ബാറ്റിംഗ് ഇറങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 16 ഓവറിൽ 161 റൺസിന് ഓൾ ഔട്ടായി. കൂറ്റൻ വിജയലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ബാറ്റിംഗ് ആരംഭിച്ച കൊൽക്കത്തയ്ക്ക് ആദ്യ ഓവറിൽ ഒരു ഉഗ്രൻ തുടക്കമാണ് കിട്ടിയത്. കൊൽക്കത്ത ബാറ്റിംഗ് നിരയിൽ 3 പേർ ഒഴിച്ച് ബാക്കി എല്ലാവരും പരാജയപ്പെടുന്നതാണ് കാണാൻ പറ്റിയത്. അലൻ ഫിൻ നേടിയ 28 റൺസും കഴിഞ്ഞ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ രഘുവൻഷി ആ ഫോം ഈ മത്സരത്തിലും ആവർത്തിച്ചു. തൻ്റെ 2ാം മത്സരത്തിലും 52 റൺസ് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതോടൊപ്പം റിങ്കു സിംഗ് നേടിയ 35 റൺസും ഈ 161 എന്ന് പറയുന്ന സ്കോറിലെത്തുന്നതിന് സഹായകമായി. 16 ഓവറിൽ 161 റൺസിന് കൊൽക്കത്ത ഓൾ ഔട്ടായി. സൺറൈസേഴ്സിൻ്റെ ഉനത്ത് 3 വിക്കറ്റുകൾ നേടിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് പ്രകടനമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ബാറ്റിങ്ങിൽ തകർച്ചയ്ക്ക് കാരണമായത്. ബൗളിങ്ങിൽ 2 വിക്കറ്റും ബാറ്റിങ്ങിൽ വിലപ്പെട്ട 39 റൺസും സ്കോർ ചെയ്ത നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഈ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച്. നിലവിലെ പോയിന്റ് ടേബിൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തങ്ങളുടെ 2ാമത്തെ മത്സരം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ആദ്യ വിജയം സ്വന്തമാക്കിക്കൊണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് 6ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം തുടർന്നുള്ള ആ മത്സരങ്ങളുടെ പ്രസക്ത ഭാഗങ്ങളുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.